ഈശോയ്ക്കും സ്വീകരിക്കട്ടെ. സഹോദരൻ, സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ചയുണ്ടാകുന്നില്ല. 1 യോഹന്നാൻ 2:10. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിലേക്കാണ്. സഹോദരങ്ങളോടുള്ള സ്നേഹം വഴിയാണ് ത്രിത്വത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ തിരുസഭയുടെ അനുദിനം വളർച്ച പ്രാപിക്കുന്നത്. അതുപോലെ സ്നേഹിക്കുന്നവൻ സത്യത്തിലേക്കാണ് ചലിക്കുന്നത്. യഥാർത്ഥ ലക്ഷ്യം എപ്പോഴും നിലനിൽക്കുന്നു. അവന്റെ മാർഗങ്ങൾ ശരിയാണ് എന്നുള്ളതാണ് യഥാർത്ഥ്യം. അവന് ഇടർച്ചയുണ്ടാകുന്നില്ല എന്ന് പറയുന്നത് അവന്റെ വിളിയിൽ അവൻ നിലനിൽക്കുന്നു, എന്നാൽ അവന് വഴി തെറ്റുന്നില്ല. അവന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ അവന്റെ മനസ്സ് അവനെ പറ്റിക്കുന്നില്ല. അതിന്റെ ആഗ്രഹങ്ങളിലേക്കോ സ്വാർത്ഥതയിലേക്കോ ലോകത്തിന്റെ കാപട്യത്തിലേക്കോ അവനെ സഞ്ചരിക്കുന്നില്ല. മനുഷ്യൻ നമ്മുടെ കർത്താവിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കും താൻ എന്തിനു വേണ്ടി വെക്കപ്പെട്ടിരിക്കുന്നത്, ആരോട് കൂട്ടായ്മ പാലിക്കണം എന്നതിനു വേണ്ടിയിട്ടും അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രലോഭനങ്ങൾ കിട്ടിയിട്ടും അവൻ നമ്മോട് ഉപദേശിക്കുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായും നമുക്കും സ്നേഹം പ്രധാനമാക്കി മുന്നോട്ട് യാത്ര ചെയ്യണം.